നമ്മുടെ സ്കൂളിലുണ്ടായിരുന്ന പിന്നെ ഒരാള് നമ്മുടെ യെസ്. കൂടെ പഠിച്ച അവന്റെ താടി ഇങ്ങനെയായി, അവന്റെ പാന്റിന്റെ, ഞാൻ ഒന്നുകൂടി പറയാം, അവന്റെ പാന്റിന്റെ നീളവും കുറഞ്ഞു കുറഞ്ഞു വന്നു. കുറഞ്ഞു. യെസ്, ഉണ്ട്. എനിക്കൊരാളൊന്നുമല്ല, എൻ്റെ ഹോമിയോ സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് പേരുണ്ട്. അവരിതേപോലെയായിരുന്നു. അവർ ഇതേപോലെ അപ്പം ഫൈനൽ ഇയറിലൊക്കെ ഞാൻ കാണുമ്പോൾ ഇതേപോലെ വളരെ ചുള്ളന്മാരായിട്ട് നടന്നിരുന്ന പയ്യന്മാർ ഒരു 2-3 വർഷം ഞാൻ ഫൈനൽ ഇയർ കഴിഞ്ഞു ഇറങ്ങി, ഹൗസ് ഒക്കെ കഴിഞ്ഞ് ഒരു 2-3-6 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഞാൻ പിന്നെ അവനെ കാണുമ്പോൾ അവൻ തൊപ്പിയൊക്കെ വെച്ച് ഈ മാതിരി ആ നടുക്ക് നിൽക്കുന്ന ആളുടെ മാതിരിയാണ് അവൻ പിന്നെ വരുന്നത്. എനിക്ക് അവനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ഞാനിപ്പോൾ തബ്ലീഗി ജമാഅത്ത്, എന്നിട്ട് അവൻ വന്നിട്ട് എന്നെ തബ്ലീഗി ജമാഅത്ത് പഠിപ്പിക്കുകയായിരുന്നു. ഇതായിരുന്നു അവസ്ഥ. പക്ഷേ അപ്പം ഞാനപ്പോൾ സലഫിയാണ്, എനിക്ക് തബ്ലീഗിനോട് വലിയ മമതയില്ല. കാരണം തബ്ലീഗി ജമാഅത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് അവർക്ക് ഈ ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല. അവർ സ്വയം ലൈഫൊക്കെ എടുക്കും, എന്നിട്ട് രണ്ടും കൂടി വെച്ചിട്ടുള്ള ഒരു പിടുത്താണ് അവർ പിടിക്കുക. ഓക്കെ, ഹദീസാണോ അതെടുക്കും, അത് ലൈഫ് എന്ന് പറഞ്ഞാൽ തള്ളാനൊന്നും നമ്മളെ കിട്ടില്ല എന്നാണ് അവർ, ആ ഒരു ലൈനാണ്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യ തബ്ലീഗി ജമാഅത്ത് ഈസ് ദ ഗേറ്റ് വേ ടു ടെറർ എന്ന് പറഞ്ഞാൽ അവരെ ബാൻ ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അതിനെ ബാൻ ചെയ്തില്ല. അതാണ് നമ്മളുടെ നാട്ടിലുള്ള ഈ സെക്യൂരിറ്റി ഫോഴ്സിനോട് എനിക്കുള്ള വിയോജിപ്പ്. നമ്മളവർക്ക് പലതവണ എഴുതിയിട്ടുണ്ട്. ഈവൻ അമിത്ഷായ്ക്ക് വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ് ബാൻ ചെയ്യേണ്ട സാധനങ്ങളുണ്ട് ഇന്ത്യയിൽ? ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ബ്രദർഹുഡ്, ഹമാസ്, ഇതുപോലെ തബ്ലീഗി ജമാഅത്ത്, ഇതിനൊക്കെ ഇന്ത്യയിൽ ബാൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം മുസ്ലിങ്ങളെ കൂടുതൽ, ഇനിയിപ്പോൾ വിസ്ഡം ഗ്രൂപ്പിനെ നമ്മൾ ബാൻ ചെയ്തേ പറ്റുള്ളൂ. കാരണം അവർ ഈ റാഡിക്കലൈസ് ചെയ്യുന്ന പ്രവർത്തനത്തിന് വഴിവെട്ടുന്ന, മുസ്ലിങ്ങളെ കൂടുതൽ തീവ്രവാദത്തിലേക്ക് അടുപ്പിക്കുന്ന സംവിധാനങ്ങളാണ് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും, ഈ പറയുന്ന ഓരോ തീവ്രവാദ കൂട്ടങ്ങളും.